ശിവയും തുമ്പയും ഫ്ലാറ്റിലെത്തുമ്പോൾ അവരെ പ്രതീക്ഷിച്ചതുപോലെ ഇല്ലിക്കൽ കോവിലകത്തുള്ളവർ എല്ലാം ഉണ്ടായിരുന്നു. ദേവന്റെ ഫ്ലാറ്റിലായിരുന്നു എല്ലാവരും. ദേവൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് തുമ്പി ഒരു വിധത്തിലാണ് ശിവയും കൂട്ടി അവിടേക്ക് ചെന്നത്. ഇന്നും വല്ലാത്തൊരു മടുപ്പ് പോലെയാണ് അവന്. ഇതുവരെ ഇല്ലാതിരുന്ന ബന്ധങ്ങളെല്ലാം ശ്വാസം മുട്ടിക്കുന്നത് പോലൊരവസ്ഥ. ആരെയും ഒന്നിനെയും അംഗീകരിക്കാനോ ഹൃദയത്തോട് ചേർത്ത് വെക്കാനോ ആകുന്നില്ല. ഞങ്ങൾ വന്നത് പാർവിൻ്റെയും വികാസിൻ്റെയും കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. ശിവയും തുമ്പിയെയും കണ്ടും മഹിയപ്പ തന്നെ ഒരു തുടക്കം പോലെ എല്ലാവരോടുമായി പറഞ്ഞു. തുമ്പിത്തലൊരു കൗതുകത്തോടെ തൻ്റെ അപ്പച്ചിയൊന്ന് നോക്കിപ്പോയി. ആർക്കും മുഖം തരാതെ വാസുകിയുടെ അരികിലായിരിക്കുവാണ്. സന്തോഷമാണോ സങ്കടമാണോ ആ ഉള്ളിൽ ഇപ്പോൾ നിറയുന്നത് എന്ന് വ്യക്തമാകുന്നില്ല. എങ്കിലും ഒന്നുറപ്പാണ്, തനിക്കരികിൽ നിൽക്കുന്നവൻ്റെ വാക്കുകൾ തീർത്ത മാറ്റമാണിത്. ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ മുഖം തിരിച്ച് ശിവയെ നോക്കുമ്പോൾ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള മട്ടിലാണ് നിൽപ്പ്. ചിരി വന്നു പോയി തുമ്പിക്ക്. ഓർത്തുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിലെ മുറുക്കെ പിടിച്ചു തുമ്പി. അധികം ആർഭാടങ്ങളൊന്നും വേണ്ട എന്നാണ് രണ്ടുപേരുടെയും ആഗ്രഹം. അതുകൊണ്ട് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച ഒരു താലികെട്ട്. വല്യച്ഛൻ നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞതും ആർക്കും അതിന് എതിരഭിപ്രായമുണ്ടായിരുന്നില്ല. പാർവതി വിവാഹത്തിന് സംബന്ധിച്ച് തന്നെ അവരെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു. ഓണത്തിന് മുന്നേ നടത്തണം എന്നാണ്. നിങ്ങൾക്കൊക്കെ സൗകര്യമുള്ള ഒരു ദിവസം നോക്കാം എന്ന് കരുതിയാണ് ഞങ്ങളെല്ലാവരും വന്നത്. ചെറിയച്ഛൻ പറഞ്ഞതും എല്ലാവർക്കും സൗകര്യമായൊരു ദിവസം തന്നെ തീരുമാനിച്ചു. കോളേജിലെ ഫംഗ്ഷൻ്റെ പിറ്റേ ദിവസം അന്ന് വൈകിട്ട് തന്നെ ശിവയും തുമ്പയും പോകുകയും ചെയ്യും. അതിനി 5 ദിവസം പോലും തികച്ചുണ്ടായിരുന്നില്ല. എങ്കിലും വെച്ച് താമസിപ്പിക്കണ്ട എന്നതായിരുന്നു എല്ലാവരുടെയും തീരുമാനം. ഒരു ദിവസം മുന്നെയെങ്കിൽ ഒരു ദിവസം മുൻപ് അവളെ തൻ്റെ പാതിയാക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു വികാസിനും. പറയത്തക്ക ബന്ധുക്കൾ ഒന്നുമില്ല അയാൾക്ക്. ആകെയുള്ള അനിയൻ വിവാഹം കഴിച്ച് കുടുംബവുമായി അമേരിക്കയിൽ സെറ്റിലാണ്. അവർക്ക് എന്തായാലും വരാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ആർക്കും വേണ്ടിയും കാത്തിരിക്കാനുമില്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞതാണ്. അച്ഛന്മാരും അമ്മമാരും മുത്തശ്ശിയും ഒക്കെ മടങ്ങിയത്. ശിവയോടും അടുക്കാനും സംസാരിക്കാനും എല്ലാവരും ശ്രമിച്ചിരുന്നു. അവിടുന്ന് പിശുക്കിയുള്ള വാക്കുകളും മറുപടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം. തുമ്പിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ച് മറ്റാരെയും ഒന്നിനെയും ശ്രദ്ധിക്കാതെ നിൽക്കുന്നവൻ എല്ലാവരുടെ ഉള്ളിലും വാത്സല്യം നിറച്ചു പോയിരുന്നു. കുറുമ്പ് നിറച്ചൊരു വാശിക്കാരൻ ശകന്റെ രൂപമായിരുന്നു അവർക്കുള്ളിൽ. എല്ലാം അവന് ആ നിമിഷങ്ങളിലൊക്കെയും ഏറ്റവും വിലപ്പെട്ടതിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന വാശിക്കാരൻ. പതിവ് പഠിത്തവും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ റൂമിൻ്റെ ബാൽക്കണിയിലായി ഇരിപ്പാണ് രണ്ടുപേരും. ശിവയുടെ മടിയിലായി അവൻ്റെ കഴുത്തിൽ മുഖം അമർത്തി വെച്ചാണ് തുമ്പിയുടെ ഇരുത്തം. വേദ, എന്താലോചിക്കുക നീ? ഏറെ നേരമായി തുടരുന്ന അവളുടെ മൗനം അറിയ സംശയത്തോടെയായിരുന്നു ശിവയുടെ ചോദ്യം. നമുക്കിനിയും കല്യാണം കഴിച്ചാലോ? എക്സ്ക്യൂസ് മീ? പെണ്ണിൻ്റെ മറുപടിയിൽ ചെക്കൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി. ആന്നേ, അന്നത്തെ നമ്മുടെ കല്യാണം എനിക്കൊരു ഓർമ്മ പോലുമില്ല ദർശ. മുഖം ഉയർത്തി തിരിഞ്ഞിരുന്നു കൊണ്ടാണ് പറച്ചിലും. അവളുടെ അഭാവം കൂർമ്പ് പിടിച്ചൊരു കുഞ്ഞിനെ പോലെ അത്രയും ഇഷ്ടത്തോടെ നോക്കിയിരുന്നവൻ. എന്തിനാ ചിരിക്കുന്നേ? നിന്നെ ഇങ്ങനെ കാണാൻ ഒത്തിരി ക്യൂട്ടാണ്. അതാണോ ഇപ്പം ഞാൻ പറഞ്ഞേ? തുമ്പി അവനെ കണ്ണു കുറിപ്പിച്ചു നോക്കി. എനിക്ക് ഈ കല്യാണത്തിലൊന്നും ഒരു വിശ്വാസമില്ല വേദ. സോ നമുക്കിനി കല്യാണമൊന്നും വേണ്ട. പെണ്ണിൻ്റെ മൂക്കിൽ പതുക്കെ ഒന്ന് നുള്ളി വിട്ടവൻ. തുമ്പിയുടെ മുഖം ഒന്ന് വീർത്തു പോയിരുന്നു. വിശ്വാസമില്ലാതെയാണോ പിന്നെ നീ അന്നെന്നെ താലി കെട്ടിയേ? ഓഫ് കോഴ്സ് എനിക്കൊരു വിശ്വാസവുമില്ല. പിന്നെ അന്ന് താലി കെട്ടിയത് ഈ പെണ്ണിനെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ എങ്ങനെ എനിക്ക് നിന്നെ കിട്ടുന്നേ? അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ വേദലക്ഷ്മി ശിവദർശൻ്റെ ആകുമായിരുന്നോ ഇന്ന്? ശിവ പറഞ്ഞു നിർത്തിയതും തുമ്പി മറുപടിയൊന്നും പറയാതെ അവൻ്റെ നെഞ്ചോരം ചാഞ്ഞു. ഒരു ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും. കഴുത്തിൽ കിടക്കുന്ന ലോഹത്തിലല്ല വേദ എൻ്റെ പ്രണയം. നിന്നിലേക്കുള്ള എൻ്റെ ഏക മാർഗമായിരുന്നു അത്. പക്ഷേ എനിക്കിത് വലുതാണ് ദർശ, എൻ്റെ ജീവനോളം വലുത്. മിഴികൾ അടച്ചുകൊണ്ട് പതി അവൾ പറഞ്ഞതും ശിവയുടെ മുഖമൊന്ന് ചുളിഞ്ഞുപോയി. പെണ്ണിൻ്റെ ആ മറുപടി ഒട്ടുമേ ഇഷ്ടപ്പെടാത്തതുപോലെ. എന്നിലും വലുതാണോ അപ്പോൾ? കുശുമ്പും ദേഷ്യവും ഒന്നിച്ച് കലർന്നു പോയൊരു ചോദ്യം. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ചിരി ഒതുക്കി വെച്ചവൾ. ഇത്രയും കുശുമ്പുള്ള ഒരാളെ ആദ്യമായി കാണുമായിരുന്നു തുമ്പി. പറയടി. ആണെങ്കിൽ പറഞ്ഞതേ ഓർമ്മയുള്ള തുമ്പിക്ക്. കഴുത്തിലെ നേർത്ത ചേനിൽ പിടിമുറുക്കിയിരുന്ന ശിവ ഒരു ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കിയവൾ. ദർശ വിട്ടേ, ഉത്തരം പറവേദ. ഏറെ വാശി നിറഞ്ഞു പോയിരുന്നു അവനിൽ, അതിലേറെ സ്വാർത്ഥതയും. നീ കെട്ടിത്തന്നതല്ലേ ദർശ? അതല്ലേ ഇതും എനിക്ക്? പറഞ്ഞ് പൂർത്തിയാക്കാനാവാതെ അറിയാതെ ഒന്ന് വിതുമ്പിപ്പോയവൾ. അടുത്ത നിമിഷം ആ ചുണ്ടുകളെ ഒന്നാകെ പൊതിഞ്ഞെടുത്തുകൊണ്ട് അവൻ അവളുമായി നിലത്തേക്ക് ചാഞ്ഞു.
ഇതേ സമയം മൂർത്തിയുടെയും വർമ്മയുടെയും മുന്നിലേക്ക് യാദവ് വെച്ച് നീട്ടിയ വീഡിയോസിലേക്ക് ഒരു ഞെട്ടലോടെ നോക്കിയിരുന്നു പോയിരുന്നു ഇരുവരുടെയും മുഖത്തെ പകപ്പും ഞെട്ടലും ആസ്വദിച്ചുകൊണ്ട് അവനും ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. പതിവിന് വിപരീതമായി അന്ന് നേരത്തെ ഉണർന്നത് തുമ്പിയാണ്. തലേന്ന് രാത്രി എപ്പോഴാണ് ഉറങ്ങിയത് എങ്കിൽ പോലും നേരത്തെ ഉണർന്നു. മാറിലായി മുഖം അമർത്തി വെച്ച് മയങ്ങുന്നവൻ. ഉറക്കത്തിലും തന്നെ വിടാതെ മുറുകെ പിടിച്ചിട്ടുണ്ടവൻ. സങ്കടം കൊണ്ടോ സന്തോഷം കൊണ്ടോ തുമ്പിയുടെ കണ്ണെന്ന് നിറഞ്ഞു പോയിരുന്നു. ഇതുപോലൊരു പ്രണയം അനുഭവിക്കാനും ഭാഗ്യമുണ്ടാവണം. ഭ്രാന്തമായി പ്രണയിക്കുന്ന ഒരുവൻ, തന്നെ മാത്രം സ്നേഹിക്കുന്നവൻ ശരിക്കും ഒരു പുണ്യമാണ്. പക്ഷെ അവിടെയൊക്കെയും അവൻ മറന്നു പോകുന്നുണ്ട്. താനൊരു മകളാണ്, സഹോദരിയും കൂട്ടുകാരിയും ഒക്കെയാണെന്ന്. അല്ലെങ്കിൽ മനഃപൂർവ്വം അത് ഓർക്കുന്നു പോലുമില്ല. പക്ഷെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും അവനെ കുറ്റപ്പെടുത്താനാവില്ല, വേദനിപ്പിക്കാനാവില്ല. സഹനമല്ല, സഹതാപവുമല്ല, പ്രണയമാണ്. ഭ്രാന്ത് പോലെ എന്നിൽ വേരുറച്ചു പോയൊരു പ്രണയം. അവന് അന്യമായി നിഷേധിക്കപ്പെട്ട സ്നേഹവും കരുതലുമെല്ലാം നൽകണം എന്ന മോഹം. ഒരു പക്ഷെ താൻ നല്ലൊരു മകളും സഹോദരിയും ഒന്നുമായിരിക്കില്ല. അവനും കുടുംബവും ഇരു ത്രാസുകളിലായി നിന്നാൽ വേദ അവന് മാത്രമേ കാണൂ. അവൻ്റെ നോവുകൾ മാത്രമേ അറിയൂ. അതൊരിക്കലും മറ്റാരെയും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അവൾക്ക് തന്നുള്ള സ്നേഹവും കരുതലും അറിയാതെയുമല്ല. ഈ ഒരുവനോളം വേദനിച്ച് തീർത്ത ജന്മമാവില്ലാരും. എല്ലാം ഉണ്ടായിട്ടും എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ ജീവിച്ച് തീർത്തവൻ്റെ സ്നേഹത്തിനും പ്രണയത്തിനും മുന്നിൽ വേദസ്വാർത്ഥത കാണിക്കും. ഒരു നിമിഷം എന്തിനോ കണ്ണു നിറഞ്ഞിരുന്നു അവളെ. അത്രയും ഇഷ്ടത്തോടെ പ്രണയത്തോടെ അവൻ്റെ നെറുകയിൽ പതിയെ തഴുകി തുമ്പി. വാശിയും ദേഷ്യവും എല്ലാം കൂടി ഇന്നലെ താലി പൊട്ടിക്കാൻ ഒരുങ്ങിയതോർത്തതും അറിയാതെ മിഴികൾ നേർത്ത ചെയിനിൽ കോർത്തിട്ട താലിയിലേക്ക് നീണ്ടു. അന്ന് ക്ലാസ് റൂമിൽ വെച്ച് അവൻ തന്നെ ഇട്ടുതന്ന ചെയിനാണത്. ഒരിക്കൽ പോലും അതിൽ നിന്നും ഊരി മാറ്റി മറ്റൊന്നിലേക്ക് ഇട്ടിരുന്നില്ല തുമ്പി. അത്ര പോലും ആ ലോഹം കഴുത്തിൽ നിന്നും മാറ്റാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. എത്രയ്ക്ക് മോഡേൺ ആണെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു കാര്യത്തിൽ മാത്രം ആ ചിന്താഗതിയില്ല. പ്രാണനായവൻ ചാർത്തി തന്നതാണ് അത്രയും പവിത്രമായ ഒന്ന്. അപ്പോഴും ഇത് കെട്ടിത്തന്നവന് അതൊരു ലോഹം മാത്രമാണെന്ന് അവൾക്ക് ഇന്നലെ തന്നെ മനസ്സിലായിരുന്നു. മുഖം കുനിച്ചു പതിയെ ആ കവിളിലായി ചുണ്ടു ചേർത്തും മെല്ലെ ഒന്ന് ചുംബിച്ചവൾ. പിന്നെ പതിയെ അവനെ ഉണർത്താതെ എഴുന്നേറ്റു. ഒന്ന് ഫ്രഷായിട്ട് വരുമ്പോഴേക്കും നല്ല ഉറക്കത്തിൽ തന്നെയാണ് അവൻ. ഉണർത്താൻ അവൾക്ക് തോന്നിയതുമില്ല. ഒരു ചിരിയോടെ നേരെ കിച്ചണിലേക്ക് നടന്നു തുമ്പി. കുക്കിംഗ് ഒന്നും അറിയില്ലെങ്കിൽ പോലും അവൻ ഉണ്ടാക്കുന്നത് കണ്ട പരിചയമുണ്ടിപ്പോൾ. ഫ്രിഡ്ജിലിരിക്കുന്ന മാവെടുത്ത് പുറത്ത് വെച്ചു. ചായക്കുള്ള പാൽ ഗ്യാസിലേക്ക് വെച്ചതും പുറകിലൂടെ ചുറ്റിയെടുത്തുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് ചേർത്ത് വെച്ചിരുന്നു. ഒരു നിമിഷം കൊണ്ട് മുഖം വീർപ്പിച്ച് പിടിച്ചതേയുള്ള തുമ്പി. ഇന്നലെ ചെയ്തതിൻ്റെ പിണക്കമാണെന്ന് വെച്ചോട്ടെ എന്നുള്ള ഭാവം. അല്ലാതെ ഒരിക്കലും പിണങ്ങാനാവില്ല. അവന് സങ്കടം വന്നു പോകുമോ എന്നുള്ള ചിന്തയാണ്. വീർപ്പിക്കാതിരി, എനിക്ക് ഈ പാവം ഭാര്യ മാത്രമല്ലേയുള്ളൂ. എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ഒക്കെയായി. ഇറുകെ പുണർന്ന് അവളുടെ കവിളിൽ തൻ്റേത് കൊണ്ട് ഉരസിയാണ് ചോദ്യം. മുള്ളു പോലുള്ള അവൻ്റെ താടിയിഴകൾ പഞ്ഞി പോലുള്ള അവളുടെ കവിളിനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള നീ എന്നിലും മേറെ ആരെയെങ്കിലും അതിനി എന്തായാലും ശരി ഇഷ്ടമാണെന്ന് പറയുന്നത് ഞാൻ സഹിക്കുമോ? വീണ്ടും പതിയെ പറഞ്ഞിട്ട് അവളെടുത്ത് സ്ലാബിലേക്ക് ഇരുത്തിയവൻ. തുമ്പി വെറുതെ ആ മുഖത്തേക്ക് നോക്കി. പറഞ്ഞു മയക്കാൻ നിന്നെ കഴിഞ്ഞേയുള്ളൂ തുമ്പി എന്ന് കീർവിച്ചു. ശിവയുടെ ചുണ്ടിൽ അപ്പോഴും ചെറുചിരിയുണ്ട്. അതേ ചിരിയോടെ തന്നെ തിളച്ചു വരുന്ന പാലിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടിളക്കി അടുപ്പിൽ നിന്നും വാങ്ങി അരിച്ചെടുത്ത കപ്പിലേക്ക് ഒഴിച്ചു ശിവ. കുടിച്ചോ? ചുണ്ടിലേക്ക് കപ്പ് മുട്ടിച്ചുകൊണ്ട് പറഞ്ഞതും ചുണ്ടോരം വന്നെത്തി നോക്കിയ പുഞ്ചിരിയെ ഒതുക്കി നിർത്തിക്കൊണ്ട് അല്പം കുടിച്ചു തുമ്പി. ഞാൻ എങ്ങനെയൊക്കെയാ മാറില്ല, അത് നിനക്കും അറിയാം. പിന്നെ എന്തിനാ മുഖം വീർപ്പിക്കുന്നേ? എൻ്റെ താലി പൊട്ടിക്കാൻ നോക്കിയില്ലേ? ചുണ്ടു വിതുമ്പി കണ്ണു നിറച്ച് അത്രയും നോവോടെയാണ് അവളുടെ ചോദ്യം. ശിവ അവളെ ഇമച്ചിമ്മതയൊന്ന് നോക്കിപ്പോയി. അവൻ അറിയുന്ന വേദ ഇങ്ങനെയല്ല, അത്ര വേഗം സങ്കടപ്പെടുന്നവളല്ല. വേദ കരയരുത്, എനിക്കിഷ്ടമല്ല. മുഖം തിരിച്ച് ഗൗരവത്തിലാണ് പറച്ചിൽ. തുമ്പി വേഗം തന്നെ കണ്ണ് തുടച്ചിട്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് നിർത്തി. അല്ലെങ്കിൽ സ്വയം നോവിച്ച് കളയും അവൻ. പലപ്പോഴും കണ്ടിട്ടുണ്ട് അങ്ങനെ. അതിനെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെയും മറുപടി ഇല്ലാതെ ഒരു ഒഴിഞ്ഞുമാറ്റമായിരുന്നു. ഒരിക്കൽ സഹിക്കാനാവാതെ ഹരിയോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറല്ലേ, അവൻ്റെ ഈ പെരുമാറ്റം എല്ലാം എന്തുകൊണ്ടാകും എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം ഹരിയാണെന്ന് തോന്നി. ഇനിയും പൂർണ്ണമായും മാറാതെയുള്ള അവൻ്റെ ഭ്രാന്താണ് ഇവയെല്ലാം. തുമ്പിയോടുള്ള ഓവർ ഒബ്സഷൻ. മരുന്നും മന്ത്രവും കൊണ്ടൊന്നും ഒരിക്കലും ഭേദമാകില്ലിത്. അല്ലെങ്കിൽ ഇതിനെല്ലാം ഉള്ളൊരു സൊല്യൂഷൻ അത് അവൾ മാത്രമാണ്. ഹരിയുടെ വാക്കുകൾ ഓർത്തു പോയിരുന്ന വേദ.
ശിവ അവളെ നോക്കുമ്പോഴേക്കും അവൻ്റെ നെറുകയിലായി ചുണ്ടുകൾ അമർത്തി ചുംബിച്ചിരുന്നവൾ. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാ, നിന്നെ മാത്രം. ഒരു 100 തവണ കേട്ടാൽ പോലും അവന് മതി വരാത്ത വാക്കുകൾ, അത്രയേറെ അവനെ ഭ്രാന്തി പിടിപ്പിക്കുന്ന വാക്കുകൾ. അവളെ ഒരു കൈയാൽ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു ശിവ. പറഞ്ഞിട്ടില്ല ഞാൻ, വേദ ജനിച്ചത് നിനക്ക് വേണ്ടിയാണെന്ന്. എനിക്ക് നിന്നെ വേണം വേദ. അത്രയും തീക്ഷ്ണമായിരുന്നു ആ വാക്കുകൾ. മിഴികൾ അവളുടെ നീലം മിഴികളുമായി കോർത്തു വെച്ച് നിന്നവൻ. ആ നിമിഷം ആ കണ്ണുകളിലെ ഭാവത്തിലും തീക്ഷ്ണതയിലും മൗനമായിരുന്നവൾ. പിന്നെന്തോ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും കോളിംഗ് ബെൽ അടിഞ്ഞിരുന്നു. അത്രയും ദേഷ്യത്തോടെയും നിരാശയുടെയും ശിവയുടെ മുഖം മാറിയതും അവനെ ദയനീയമായി ഒന്ന് നോക്കിയതേളു തുമ്പി. ഒരേ നിമിഷം ചിരിക്കാനും കരയാനും തോന്നിപ്പോയി അവൾക്ക്. ചെന്ന് തുറക്ക് ദർശ. ഇവർക്കിത് നിർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ സത്യമായും എല്ലാത്തിനെയും കൊല്ലും ഞാൻ. ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ശകൻ പുറത്തേക്ക് പോയതും തുമ്പി കണ്ണുമീഴ്ച കുറച്ചു നേരം അങ്ങനെ നിന്നു. പിന്നെ ബോധം വന്നതുപോലെ ശിവയുടെ പുറകെ പാഞ്ഞു. ഇല്ലെങ്കിൽ തൻ്റെ ഏട്ടന്മാരുടെ ഫോട്ടോ ഭിത്തിയിൽ തൂങ്ങേണ്ടി വരും എന്നവൾക്കറിയാം. ഈ വീഡിയോ വെച്ച് എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം? കുടിലതയോടെയാണ് അവളുടെ ചോദ്യം. വർമ്മയുടെയും മൂർത്തിയുടെയും ഗസ്റ്റ് ഹൗസിലേക്ക് വന്നതാണ് ജാൻവി, ത്രിലോക് അറിയാതെ. ഈ ഒരു ഫോട്ടോജ് ഉപയോഗിച്ച് വേദമോളെ നിന്റെ പരിധിയിൽ നിർത്താൻ കഴിയും ജാൻവി. അവളെ ശിവയിൽ നിന്നും അകറ്റി നിർത്താൻ ഇത് മാത്രം മതിയാകും. മൂർത്തി കൗശലത്തോടെ പറയുമ്പോഴും വർമ്മ മൗനം പാലിച്ചു നിന്നതേയുള്ളൂ. എവിടെയോ ഉള്ളിൽ ഒരു കൊളുത്തി വലിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. നഷ്ടം തനിക്ക് മാത്രമാണെന്ന് അറിയുന്നുണ്ട്. മൂർത്തിക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. അവൻ്റെ കുടുംബം അവനോടൊപ്പമുണ്ട്. സമ്പാദിച്ചു കൂട്ടിയ സ്ഥാനവും സമ്പത്തുമെല്ലാം അവൻ്റെ കുടുംബത്തിന് കൂടി അനുഭവിക്കാൻ ഉതകുന്ന വിധത്തിലാണ്. എന്നാൽ താനും ഏക മകളെ വിറ്റ് അധികാരം നേടി അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ വീണ്ടും കൊച്ചുമകളെ കൂടി ദ്രോഹിക്കാൻ ഒരുങ്ങുന്നു. വല്ലാത്തൊരു പിടിവലി അയാൾക്കുള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം അത്രയും. ത്രിലോകിനെ ഇതിൽ നിന്നും ഒഴിവാക്കിയതിൻ്റെ കാരണം എന്താണെന്ന് ഈ വിഷ്വൽസ് കണ്ടാൽ നിനക്ക് മനസ്സിലാകും. പിന്നെ ഇതൊരിക്കലും പുറത്തു പോകാതെ സൂക്ഷിക്കേണ്ടത് നീയാണ്. അഥവാ എന്തെങ്കിലും അതിബുദ്ധി കാണിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അറിയാലോ ഞങ്ങളെ. മൂർത്തിയുടെ വാക്കുകളിൽ ഭീഷണിയുടെ സ്വരം നിറഞ്ഞു. അതറിയെ വെറുതെ എന്ന് ചിരിച്ചതേയുള്ളൂ ജാൻവി. കളിക്കുന്നത് ശിവയോടാണ്. അവനെതിരെ നിൽക്കാൻ ഒരുങ്ങിയിറങ്ങിയവൾ ഇവരെ ഭയക്കുമോ? എനിക്ക് വേണ്ടത് ശിവദർശിനിയാണ് സാർ. അവനെ നേടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് തന്നെ. ജാൻവി ഒന്ന് ചിരിച്ചു. ഇത് വെച്ച് രണ്ടിനെയും 2 പാത്രത്തിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. അത്രയും പറഞ്ഞ് അവർ നൽകിയ പെൻഡ്രൈവ് ബാഗിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ജാൻവി പുറത്തേക്കിറങ്ങി. അപ്പോഴും വർമ്മ മൗനമായിരുന്നു. എല്ലാം ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നുണ്ട് എന്നുള്ള സന്തോഷത്തിൽ മൂർത്തി അത് ശ്രദ്ധിച്ചതുമില്ല.